എൻ്റെ ഹസ്ബൻഡ് മരിച്ച് ഇത്രയും ദിവസമായിട്ടുള്ളൂ. ഫുൾ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞ് എനിക്ക് കരയാൻ പറ്റിയിട്ടില്ല. ഞാൻ വിളിച്ചോടിപ്പോയതാണെന്നാണ് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയത്. നിൻ്റെ കൂടെ നടക്കരുതെന്നും നിന്നോട് മിണ്ടരുതെന്നും എൻ്റെ അമ്മ പറഞ്ഞ് നിൻ്റെ അമ്മ ചീത്തയാണെന്നും. എൻ്റെ മോനിപ്പോൾ ഏകദേശം പ്രായമായി വരിക. എൻ്റെ മോനും അത് കേൾക്കേണ്ടി വരുമോ എന്നുള്ളത് എൻ്റെ പേടി. അവൾ ഇച്ചിരി ചാട്ടക്കാരിയാണ്. അവൻ മരിക്കുകയും ചെയ്ത് അവളുടെ സ്വഭാവ ദൂഷം കൊണ്ടാണ് മരിച്ചത്. ആൾക്ക് ഭയങ്കരമായിട്ട് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ അമ്മ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങൾ 2 അച്ഛൻ്റെ മക്കളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്കൊരു ചേട്ടനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇന്നീ നിമിഷം വരെ പറയട്ടെ, ചേട്ടൻ എന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ നോക്കൂല. എനിക്ക് 100% ഉറപ്പാണ്. പുള്ളി ഏറ്റവും ദ്രോഹിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളതും എന്നെ തന്നെ. എൻ്റെ ജീവിതം നശിപ്പിച്ചതേ സമൂഹമാണെന്ന് ഞാൻ പറയും ചേച്ചി. അച്ഛനില്ലെങ്കിൽ തന്തില്ലാത്തവളെന്ന് പറയും. പക്ഷേ അമ്മില്ലെങ്കിൽ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കില്ല. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കാവ്യയാണ്. നമസ്കാരം. നമസ്കാരം. കാവ്യ, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. കാവ്യ സ്റ്റാൻഡപ്പ് കോമഡിയനായിട്ട് വന്ന് പിന്നീട് ഇപ്പം ഒരുപാട് ചാനലുകളിൽ അവതാരക, 2 ചാനലുകൾ, ABCയിൽ 3 ചാനൽ അവതാരകയായി വന്നു. പക്ഷേ റീസെൻ്റായിട്ട് കാവ്യയുടെ ലൈഫിനെ കുറിച്ച് ഞാൻ മറ്റൊരാൾ പറഞ്ഞറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. ഇത്രയൊക്കെ ഒരാൾക്കൊരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഒരു സിംഗിൾ മദർ വളർത്തി, ഇപ്പം ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ 2 മാസം ആവുന്നതേ ഉള്ളൂ. 2 കുഞ്ഞുങ്ങളുമുണ്ട്. ലൈഫ് ഇത്രയും കരുതി വെക്കാൻ, അല്ലെങ്കിൽ ഇത്രയും കാവ്യക്ക് തരാം, അല്ലെങ്കിൽ കാവ്യക്ക് എന്താ ശരിക്കും കാവ്യ എന്ന് പറഞ്ഞ ഒരാളാരാണ്? ഞാൻ എന്താ പറയുക, പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര അടിച്ചു പൊളിച്ച് നടക്കുന്ന, എന്നെ ഇപ്പോൾ ആര് നോക്കിക്കാണുവാണെങ്കിലും എൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നെന്നും ഞാനിപ്പോൾ എങ്ങനെയാണെന്നും എന്നെ ഇപ്പം നോക്കുന്നവർക്ക് പോലും എൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവില്ല. ഞാൻ നടക്കുന്നത് അങ്ങനെയല്ല. പക്ഷേ ഞാൻ പറയുമ്പം ഞാൻ എന്നെ തന്നെ ഡീഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ എങ്കിൽ ചെറുപ്പം മുതലേ എനിക്ക് എന്താ പറയുക, നല്ലൊരു പാരൻറ്റിങ്ങും കിട്ടിയിട്ടില്ല. നമ്മൾ തനിയെ വളർന്നെന്ന് പറയില്ലേ, അതായിരുന്നു സത്യം പറഞ്ഞ. ഒരു 10th കഴിഞ്ഞ് 2nd ഡേ തുടങ്ങി. ഇപ്പം എനിക്കിപ്പോൾ 29 വയസ്സ്. ഇപ്പം എൻ്റെ ആ ഒരു ഏജിലുള്ളവരാരും, പെൺപിള്ളേർ പൊതുവേ ഇപ്പം എല്ലാവരും പാർട്ട് ടൈം ജോബിനൊക്കെ പോവും. ആൺകുട്ടികളും പോവും, പെൺകുട്ടികളും പോവും. പക്ഷേ എൻ്റെ ആ ഒരു ടൈമിലൊന്നും പെൺകുട്ടികൾ തീരെയും പോവില്ലായിരുന്നു. പക്ഷെ ഞാൻ 10th കഴിഞ്ഞ് 2nd ഡേ തുടങ്ങി എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു ബേക്കറിയിൽ ജോലിക്ക് പോയി തുടങ്ങിയതാണ്. കാരണം അമ്മ ഒറ്റയ്ക്കാണ് വളർത്തുന്നത്. അതുകൊണ്ട് അപ്പം എനിക്ക് അവിടെ കിട്ടുന്ന പൈസ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ നേരെ വേറൊരു എടവനക്കാടുള്ളൊരു തുണിക്കടയിലേക്ക് പോയി. അപ്പോൾ അവിടെ എനിക്ക് അത്യാവശ്യം കുഴപ്പം ഒരു 3500 രൂപയോളം കിട്ടുമായിരുന്നു. അപ്പം എനിക്ക് ആ പൈസ കിട്ടി തുടങ്ങിയോണ്ടാണോ എന്ന് എനിക്കറിയില്ല, മെറിറ്റിൽ ട്രയലിലും ഫസ്റ്റിലും സീറ്റ് കിട്ടിയിട്ടും ഞാനത് കളഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്. +1 +2. രാവിലെ തുടങ്ങി ഉച്ചവരെ പഠിക്കാൻ പോവും. അത് കഴിഞ്ഞിട്ട് തുണിക്കടയിൽ പോവും. ഈ പൈസ ഈ കുടുംബം അങ്ങനെ അമ്മ എന്നെ ഒരു അമ്മ ഒറ്റയ്ക്ക് വളർത്തിയ മോളാണ് ഞാൻ. ഞങ്ങൾ 2 പെൺകുട്ടികളായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. അമ്മ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അമ്മ വീട്ടുപണി എടുത്താണ് ഞങ്ങൾ വളർത്തിയിരുന്നത്. എന്താ പറയുക, ആ ഒരു ചെറുപ്പം ടൈമിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ അമ്മയുടെ കൂടെ അമ്മ പണിയെടുക്കുന്ന വീട്ടിലൊക്കെ പോവും. അവിടെ നിൽക്കേണ്ട ഒരവസ്ഥയൊക്കെ വരുവാണെങ്കിൽ നമ്മളവിടെ സഹായത്തിന് വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ സ്വന്തമായിട്ട് പുതിയ ഡ്രസ്സ് ഇടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മളിട്ടിരുന്നത് വല്ലവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പഴയതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമ്മ പണിക്ക് നിൽക്കുന്ന വീട്ടിൽ എൻ്റെ അമ്മ നമ്മുടെ ആൻ്റണി പെരുമ്പാറിൻ്റെ വീട്ടിലൊക്കെയാണ് പണിക്ക് നിന്നിരുന്നത് മുൻപ്. ഇപ്പോഴും അമ്മ വീട്ടുപണിക്ക് തന്നെ പോകുന്നത്. അത് കഴിഞ്ഞ് +1 +2 എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡിഗ്രി ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് പിന്നെ അതും പ്രൈവറ്റായിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് സീറ്റ് കിട്ടി. സെൻറ്റ് തെരേസസിലായിരുന്നു കിട്ടിയത്. സെൻറ്റ് തെരേസസിൽ തന്നെ പഠിച്ച് സാറ്റർഡേ സൺഡേ ഞാൻ എപ്പോഴും കടയിൽ പോകുമായിരുന്നു. എൻ്റെ വണ്ടിക്കാശ്, എൻ്റെ ചിലവ് കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ചേച്ചി. പറയാനല്ല, ഇപ്പം നമ്മുടെ ഇൻസ്റ്റയൊക്കെ തുറന്നാൽ തന്നെ സിംഗിൾ പാരൻറ്റിങ് ഒരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കാണിക്കും.
വലിയൊരു സംഭവം തന്നെയാണത്. പക്ഷേ എനിക്ക് ഒരു സിംഗിൾ പാരൻ്റ് ആവേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട്, ചേട്ടനോട് എപ്പോഴും പറയുമായിരുന്നു, ചേട്ടാ ഈ എൻ്റെ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ പലർക്കും കേൾക്കുമ്പോൾ തെറ്റാണെന്ന് തോന്നാം. എൻ്റെ ഒരു ഇതിൽ മക്കൾക്ക്, പ്രത്യേകിച്ച് പെൺപിള്ളേരുണ്ടെങ്കിൽ അമ്മ ഉള്ളതിനേക്കാളും ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേച്ചി, നമ്മളെ അച്ഛനില്ലെങ്കിൽ തന്തില്ലാത്തവളെന്ന് പറയും. പക്ഷേ അമ്മയില്ലെങ്കിൽ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കില്ല. അല്ല, ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അമ്മയില്ലാത്തവൻ പറയൂല, അയ്യോ ആ കൊച്ചിന് അമ്മയില്ല. പക്ഷെ അതേ സ്ഥാനത്ത് അച്ഛനില്ലെങ്കിൽ പറയും. ഈ അച്ഛനില്ലാതെ ഒരമ്മ ഒറ്റയ്ക്ക് 2 പെൺകുട്ടികളെ അധികം പരിചയമില്ലാത്തൊരു നാട്ടിൽ വന്ന് വളർത്തേണ്ടി വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മ സെപ്പറേറ്റ് ആയതാണ് കേട്ടോ. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ സെപ്പറേറ്റ് ആയതാണ്. അതെൻ്റെ അച്ഛൻ നന്നായി കുടിക്കുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു. ഒരുപാട് സഹിച്ചിട്ട് എൻ്റെ അമ്മ സെപ്പറേറ്റ് ആയതാണ്. ഞങ്ങൾ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് പലരും, സ്വാഭാവികം, ഒരു പെണ്ണൊറ്റയ്ക്ക് വന്ന് താമസിക്കുമ്പം നമ്മുടെ സമൂഹം അങ്ങനെയാണ്, അങ്ങനെ കാണുകയുള്ളൂ, പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും. അത് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞുണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ആദ്യം ഞങ്ങൾ നിന്നിരുന്നൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. ഞങ്ങൾക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വിഷമാവും. എന്നാലും ഞാൻ പറയാം, അവിടെ നിന്നിരുന്ന സമയത്ത് നമ്മളവിടെ നിൽക്കുന്നതിൻ്റെ പേരിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക്. കുഞ്ഞിലെ ഞാൻ 5-6 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ അമ്മേൻ്റെ കണ്ണിൽ മുളക് വരെ തേച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ പെൺപിള്ളേരല്ലേ, ബാധ്യതയാവോ? എന്നിട്ട് ഞങ്ങളുടെ അമ്മ കഷ്ടപ്പെട്ട് തന്നെയാണ് 4 സെൻറ്റ് സ്ഥലവും വാങ്ങിച്ച് പണി തീരാത്ത വീട്ടിലേക്ക് തന്നെ വേഗം മാറി ഞങ്ങളെയും കൊണ്ട്. അമ്മ ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയത്. പക്ഷേ അതിനിടയിൽ ഞാൻ അമ്മേനോട് തെറ്റ് ചെയ്ത് ഞാൻ ഒളിച്ചോടിപ്പോയി. 18 വയസ്സ് കഴിയുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടിപ്പോയി. ഡിഗ്രി ഫിനിഷ് ആവുന്നതിന് മുമ്പ്, ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒളിച്ചോടിപ്പോയത്. അതിനും റീസൺ ഉണ്ട്. അപ്പോൾ പറയുമ്പോഴേക്കും ആ പ്രായത്തിൽ ഒളിച്ചോടി പോകുമ്പോൾ എല്ലാവരും പറയും, സ്വാഭാവികമായിട്ട് എന്ത് പറയുമെന്ന് ചിന്തിക്കാമല്ല. പ്രായത്തിലേ പോയവള്, അവൾക്ക് ഇതായിരുന്നുള്ള പ്രശ്നം എന്നേ വിചാരിക്കുള്ളൂ. പക്ഷെ ഒരിക്കലും അല്ല ചേച്ചി. കാരണം ഞാൻ 7 പഠിക്കുമ്പോഴേ ഞങ്ങളവിടെ അയ്യമ്പള്ളിയിൽ ഞങ്ങളവിടുത്തെ ഒരു സ്ഥലത്ത് മാറി വന്ന് താമസിക്കുക, പുതുതായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട്. അപ്പം സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു പയ്യൻ ഡെയിലി എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഞങ്ങൾ 2 പേരും ഒന്നിച്ച് പോവും, ഒന്നിച്ച് വരും. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം പെട്ടെന്ന് അവൻ എന്നോട് മിണ്ടില്ല, എൻ്റെ കൂടെ വരില്ല, ക്ലാസ്സിലും മിണ്ടില്ല, അല്ലാതെയും മിണ്ടില്ല. അപ്പം ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ ചോദിച്ചു, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അധികം പ്രായമില്ല, 12-13 വയസ്സ്. ആ സമയത്ത് ഇവനോട് ഞാനങ്ങനെ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഇവൻ ഉറക്കെ പറയുക, നിൻ്റെ കൂടെ നടക്കരുതെന്നും നിന്നോട് മിണ്ടരുതെന്നും എൻ്റെ അമ്മ പറഞ്ഞ്, നിൻ്റെ അമ്മ ചീത്താണെന്നും. അന്ന് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ ക്ലാസ്സിൽ ബെഞ്ചിൽ കരഞ്ഞും കിടന്നുമാണ് ഞാൻ ആ സ്കൂളിലെ ടൈം ഫുള്ള് കഴിച്ചു കൂട്ടിയത്. അന്ന് തുടങ്ങി എന്താ പറയുക, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ചേച്ചി. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാട്ട് പാടും, പടം വരയ്ക്കും. ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്കൂളിൽ നിന്നായാലും എന്നുവെച്ചാൽ ഒന്നും ചെയ്യാനോ അതിനകത്തേക്ക് വരാനോ ഒന്നിനും പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ അമ്മേനോട് എനിക്കിത് ചെയ്യണം, അത് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി തരാനുള്ളൊരിത് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ അമ്മേൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിച്ചു വിട്ടിട്ടോ, ഭംഗിയായിട്ട് തന്നെ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരെ സമീപനമൊക്കെ കുറച്ച് കുറഞ്ഞു. അവൾ 3 സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന 3 സ്ത്രീകളെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരിടത്തുനിന്ന് വേറൊരിടത്ത് വന്ന് താമസിക്കുന്നത്, ചോദിക്കാനും പറയാനും ആണുണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ഇത് പെട്ടെന്ന് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് അവർക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരേ ഒരു വേർഡിങ് അതാണ് പിഴച്ചത് എന്നുള്ളത്. അതിൽ കവിഞ്ഞൊന്നും പറയാനില്ല അവർക്ക് പെട്ടെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കല്യാണം നടത്തി വിട്ടപ്പോൾ വീരയായി അല്ലേ, ധീരവനിതയും. പിന്നെ
പക്ഷേ എങ്കിൽ സ്കൂൾ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയുമായിരുന്നു എനിക്ക് സ്കൂള് മാറണമെന്നും പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇല്ല എനിക്ക് അങ്ങനെ ഇങ്ങനെ. എനിക്ക് മിണ്ടാനും പേടിയാണ്. കാരണം നാളെ ഞാൻ ഈ മിണ്ടുന്ന കുട്ടികളുടെ അടുത്ത് വേറെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ടാവും. ഇപ്പം എൻ്റെ ഈ ഒരു സമയത്ത് പോലും സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് മരിച്ച് ഇത്രയും ദിവസമായിട്ടുള്ളൂ. ഈ സമയത്തിൽ ഇന്നീ നിമിഷം വരെ എന്താണ് എൻ്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഒരാളുടെ അടുത്തും എനിക്കിന്ന് ഫുൾ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞ് എനിക്ക് കരയാൻ പറ്റിയിട്ടില്ല. അതിനുള്ള ഒരാളെയും ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ഒരാളോട് കൂട്ടുകൂടുമ്പോൾ അവരെൻ്റെ കൂടെ നിൽക്കുമോ ഇല്ലേ പേടി എനിക്ക്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോയാലോ. കാരണം നാട്ടിലാളുകൾ മോശം പറഞ്ഞുണ്ടാക്കാൻ വേറെയും കാരണമുണ്ട്. അമ്മയുടെ നാട് തന്നെയാണ് ഈ അയ്യമ്പള്ളി ചെറായി എന്നൊക്കെ പറയുന്നത്. അമ്മ ജനിച്ചു വളർന്ന നാടാണ്. ഞങ്ങൾക്കറിയില്ലായിരുന്നു, എൻ്റെ ഒരു 10ാം ക്ലാസ് വരെ എനിക്കറിയില്ലായിരുന്നു എൻ്റെ അമ്മ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. അതായത് എൻ്റെ അമ്മ ആദ്യം സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടി ഉണ്ടായി. രണ്ടാമത് അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ അമ്മയുടെ ഹസ്ബൻഡ് ക്യാൻസറായിട്ട് മരിച്ചുപോയി. അപ്പം അത് കഴിഞ്ഞ് ഒരു 4 വർഷത്തിന് ശേഷമാണ് എൻ്റെ അച്ഛൻ അമ്മേനെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ എൻ്റെ അച്ഛൻ ഭയങ്കര ഭയങ്കര മോശക്കാരനായിരുന്നു, കുടിച്ച് അത്ര ഉപദ്രവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ അതിൽ നിന്ന് പെൺകുട്ടികളാണ് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെയാണ് അമ്മ അവിടെ നിന്ന് മാറിപ്പോകുന്നത്. എനിക്കിത് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞങ്ങൾ 2 അച്ഛൻ്റെ മക്കളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്കൊരു ചേട്ടനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ചേച്ചിയുടെ കല്യാണം വന്ന സമയത്താണ് അറിയണത് അമ്മയ്ക്കൊരു മോനുണ്ട്, ഞങ്ങളിങ്ങനെയാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എൻ്റെ തെറ്റാണ്. ആ സമയത്ത് എനിക്ക് അമ്മേനോട് ഭയങ്കര ദേഷ്യം തോന്നി. അമ്മ ഇത് പറഞ്ഞില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞതിൽ തെറ്റുണ്ട്. ഇപ്പം സമൂഹം തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു 15 വയസ്സുകാർക്ക് അതൊന്നും മനസ്സിലാവാനുള്ളൊരു ഇതില്ല. എനിക്ക് മനസ്സിലായില്ലേ. ഞാൻ അമ്മയുടെ അടുത്ത് മിണ്ടാതിരുന്നിട്ടുണ്ട്, ദേഷ്യം കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ ടൈമിൽ തന്നെയാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം വിളിച്ചിട്ട് എൻ്റെ ക്ലാസ്സിൽ നിന്ന് ആകെ 2-3 പേരേ വന്നുള്ളൂ, ബാക്കി ആരും വന്നില്ല. എൻ്റെ ഒപ്പം പഠിക്കുന്ന ഒരുത്തൻ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തെന്തോ കല്യാണത്തിന് വന്ന സമയത്ത്, +1 പഠിക്കുമ്പോൾ കല്യാണത്തിന് വന്ന സമയത്ത് ആരോ ഇതുപോലെ തന്നെ ഇങ്ങനെ എന്തോ പറഞ്ഞു കൊടുത്ത് അവൻ എൻ്റെ അടുത്ത് സ്വകാര്യമായിട്ട് ഈ കാര്യം വേറൊരു രീതിയിൽ പറഞ്ഞു. അന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കി. 4 ദിവസം ഐസിയുലായിരുന്നു, എവിടെ ലൂർദിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് ഫുള്ള് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല, ഒന്നും ട്രൈ ചെയ്യാൻ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചപ്പം ചേട്ടനായിട്ട് ഞാൻ പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ എൻ്റെ അടുത്ത് അടുപ്പം കാണിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ആ ഒരു മൈൻഡിലായിരുന്നു എൻ്റെ അടുത്ത് കമ്പനി. ഹസ്ബൻഡ് ചോദിക്കാനും പറഞ്ഞ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കമ്പനി ആയിരുന്നു. പക്ഷേ ഈ സൂയിസൈഡ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ആളെന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. വീട്ടിൽ പറഞ്ഞ അമ്മ സമ്മതിക്കത്തില്ലായിരുന്നു? ഇല്ല. ഞങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട് നന്നായി. ഇപ്പോൾ ആൾക്ക് 43, ഒരു 10-13 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പം ആ ടൈമിൽ അതൊട്ടും സമ്മതിക്കില്ല. ആൾ ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് നേരെ കെട്ടിക്കൊണ്ടുപോവുക ചെയ്തത് ആളുടെ വീട്ടിലേക്ക്. ഞാൻ അമ്മയുടെ അടുത്ത് മിണ്ടില്ലായിരുന്നു ഈ ഒരു കാരണം കൊണ്ട്. ആ ടൈമിൽ ഞാൻ വിചാരിച്ചത് നാട്ടുകാർ പറയണ്, അപ്പം ഞാനിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ പറയുക ഒളിച്ചോടിപ്പോയി, അതോടുകൂടി തീരൂലേ എന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു സമയം വരെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഒരാണെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ചീത്തപ്പേര് കേൾക്കൂല. കാരണം എൻ്റെ വീട്ടിൽ ആങ്ങളില്ല, അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയണേ. ഞാൻ നോക്കുന്നിടത്തൊക്കെ അച്ഛനുള്ള വീട്ടിൽ ആരെയും ഒന്നും പറയുന്നില്ല, ആങ്ങളമാരുള്ള വീട്ടിൽ ആരെയും ഒന്നും പറയുന്നില്ല. ആണുങ്ങളില്ലാത്ത വീട്ടിൽ പെണ്ണുങ്ങളെ മാത്രമേ ആളുകൾ അനാവശ്യം പറയുന്നുള്ളൂ. അപ്പം ഒരാണ് കൂടെ ഉള്ളതാണ് ബലം. ഇതായിരുന്നു ഞാൻ വിചാരിച്ച് കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്നീ നിമിഷം വരെ പറയട്ടെ, ചേട്ടൻ എന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ നോക്കൂല, എനിക്ക് 100% ഉറപ്പാണ്. പുള്ളി ലൈഫിൽ ഏറ്റവും
ദ്രോഹിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളതും എന്നെ തന്നെ. ഇപ്പം ഈ മരണത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ ദുഷ്ടന്മാരെ പോലും ദൈവമാക്കും. ഇപ്പം ഞാൻ മരിച്ചാൽ പോലും ഇന്നെന്നെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. നാളെ അവരെൻ്റെ നല്ലത് മാത്രം എടുത്തെടുത്ത് പറഞ്ഞ് കരയുള്ളൂ. അത് ഞാൻ എൻ്റെ കണ്ണീ കണ്ട് പലരുടെ കാര്യത്തിലും. കാവ്യയുടെ അച്ഛനെ ഒരിക്കൽ പോലും കാണാൻ ശ്രമിക്കുക. കാരണം ഇപ്പം എനിക്കത് മനസ്സിലാവും. ഇതിപ്പം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം നമ്മളിരിക്കുന്ന ഈ സമയങ്ങളിൽ അച്ഛനില്ലാത്തതോ അമ്മയില്ലാത്തതോ ഈ പറയുന്ന ഒരു സൊസൈറ്റിക്ക് വലിയ പ്രശ്നങ്ങളില്ലാതാവുകയും, അതായത് സ്ത്രീ ഇപ്പോൾ പറഞ്ഞ സിംഗിൾ പാരൻറ്റിങ് സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണേലും ഇപ്പം പറയാം ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ബലമുണ്ട്. കാരണം അവർ ഏൺ ചെയ്യുന്നുണ്ട്, അവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ സിംഗിൾ പാരൻറ്റിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതോ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകളെ, അവരെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ആ ഫാമിലിയിൽ ആ കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് സൊസൈറ്റി ചിന്തിച്ചിട്ടില്ല. അതിനൊരു ഉദാഹരണമാണ് കാവ്യം. കാരണം ജീവിതം നശിപ്പിച്ചതേ സമൂഹമാണെന്ന് ഞാൻ പറയും ചേച്ചി. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, അങ്ങേറ്റം കല്യാണം പോലും. ഈ പറയുന്നവരൊന്നും ഞാൻ ആ പഠിച്ച് നടന്നിരുന്ന സമയത്ത് എൻ്റെ സ്കൂൾ ടൈമിലുണ്ടായ 2 ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പം ഇരിക്കുന്ന ഞാൻ ചിലപ്പോൾ കല്യാണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. എനിക്കിഷ്ടമുള്ള രീതിയിൽ പഠിച്ച് ഞാൻ എന്തെങ്കിലും ആവുമായിരുന്നു, എൻ്റെ സ്വപ്നങ്ങൾക്കൊത്താവുമായിരുന്നു. പക്ഷെ അതിനെനിക്ക് പറ്റാതെ പോയത് സൊസൈറ്റി എന്ന് പറയുന്ന ഒന്നുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനെക്കുറിച്ച് അമ്മ തന്നെയാണോ പറഞ്ഞു തന്നത് ദ്രോഹിക്കുമായിരുന്നു, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് ചേച്ചി? കൊച്ചു കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു 9 വയസ്സ് വരെ ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇരുന്ന്. അപ്പോൾ ആ ടൈമിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം അച്ഛൻ കുടിച്ചു വന്നാൽ തന്നെ ഞാനും ചേച്ചിയുണ്ട്, കുടിച്ചു വന്നിട്ട് ഞങ്ങളിങ്ങനെ വട്ടം വരച്ചിട്ട് നിർത്തും, എന്നിട്ട് കവളുമ്മടലെടുക്കും. എന്നിട്ട് ഞങ്ങളടിക്കാൻ വരുമ്പം അമ്മ അതിനിടയിൽ കയറും. ഇങ്ങനെ ആയിരുന്നു ചെറുപ്പം, ഫുൾ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളെവിടെയും പോകാൻ പാടില്ല. തൊട്ടടുത്തുള്ളത് ഫുൾ അച്ഛൻ്റെ റിലേറ്റീവ്സാണ്, പക്ഷെ ഞങ്ങളെവിടെയും പോകാൻ പാടില്ല. നല്ലൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. കുറേ ആ ഒരു ഈസി മേലൊക്കെ കാണില്ല. ഒരച്ഛന്മാർ കുടിച്ചു വന്നിട്ട് അങ്ങേറ്റ അച്ഛൻ കുടിച്ചു വന്ന് അച്ഛൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള ഫുഡ് എടുത്ത് അച്ഛൻ തോട്ടിക്കളയും. ഞങ്ങൾ കഴിക്കാൻ പാടില്ല. എന്നിട്ട് അച്ഛൻ്റെ സ്വന്തം പെങ്ങൾ തന്നെയാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്നത്. അച്ഛൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വന്ന് കഴിയുമ്പോൾ അമ്മായി അവിടെ കഴിച്ചതിൽ ബാക്കിയുള്ള ഫുഡ് അടുക്കള വെച്ചിട്ട് കൊണ്ടുവച്ചിട്ട് തട്ടിയിട്ട് പോകും. എന്നിട്ട് അച്ഛൻ അറിയാതെ എഴുന്നേറ്റിരുന്ന് ഞങ്ങളത് കഴിക്കും. അങ്ങനെ ഇരുന്ന് ആ ഒരു ടൈമിൽ പോകുന്നത്. അച്ഛനെ കാണാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചില്ലേ? നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഇതൊക്കെ വന്ന സമയത്ത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കുന്നതിന് കുറച്ച് നാൾ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നതിനും എൻ്റെ കല്യാണത്തിന് മുൻപായിട്ടുള്ളൊരു ടൈമിന് അച്ഛനെ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛൻ്റെ നാട്ടിൽ പോയി. അച്ഛനെ കണ്ടു. അച്ഛന് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. അച്ഛന് 6 പെങ്ങന്മാർ, ചേട്ടൻ, അനിയൻ, ഒരുപാട് ബന്ധുക്കളുണ്ട്. അപ്പം അവിടെ ചെന്ന് പക്ഷെ അച്ഛൻ്റെ ക്യാരക്ടറിൽ ഒരു ചേഞ്ച് വന്നതായിട്ട് എനിക്കതൊന്നും തോന്നിയില്ല. അച്ഛൻ നല്ല ജോലിക്കാരനാണ്, ഇലക്ട്രീഷ്യൻ വർക്കും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള ആളാണ്. പക്ഷെ അച്ഛൻ ഈ കുടിച്ച് അച്ഛൻ്റെ ഒരു ഇഷ്ടത്തിന് ഇങ്ങനെ വീടോ അങ്ങനത്തെ ഇതൊന്നുമില്ല ആൾക്ക്. ആളിങ്ങനെ ഒരു നാടോടി സ്റ്റൈലിൽ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അച്ഛൻ്റെ. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് പൈസയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് എന്തായാലും എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പം തിരിച്ചു പോന്നു. എന്നിട്ടാണ് ഞാൻ കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം സെലക്ട് ചെയ്തത്. ഭരിക്കാൻ നോക്കി, അതും നടക്കില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ കല്യാണം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തത്. അവിടെ നിന്നും കയറി പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് അച്ഛൻ്റെ കാര്യം പറയുവാണെങ്കിൽ അച്ഛനും മരിച്ചിപ്പോൾ ഇപ്പം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 8 വർഷം ആവുന്നു. അച്ഛനെ വിളിക്കുമായിരുന്നു ഞങ്ങൾ. വിളിയും ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന അച്ഛനെ കാണലും ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു 10-20 ദിവസത്തോളം വിളിച്ചിട്ട് കിട്ടാതായപ്പം എനിക്കെന്തോ എപ്പോഴും ഉള്ള പോലത്തെ അല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പം ഞാൻ അച്ഛൻ്റെ ബന്ധുക്കളെല്ലാവരെയും വിളിച്ചു പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവനിങ്ങനെ പോകുന്നതല്ലേ, എവിടെയെങ്കിലും കാണും. ഒരു 25 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റണില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അനിയൻ പാപ്പൻ കുന്നംകുളം സ്റ്റേഷനിൽ, കുന്നംകുളമാണ് എൻ്റെ നാട്, തൃശ്ശൂർ ഗുരുവായൂർ കുന്നംകുളം. അപ്പം കുന്നംകുളം സ്റ്റേഷനിൽ അച്ഛൻ്റെ ഫോട്ടോ പോലും തപ്പിയാൽ കിട്ടില്ല, അതിന് പോലും കിട്ടാത്തൊരു മനുഷ്യനാണ് അച്ഛൻ. ഒരു ഫോട്ടോ തപ്പി പിടിച്ച് കൊണ്ട് ചെന്നപ്പം പോലീസുകാർ പറഞ്ഞു ഗുരുവായൂർ സ്റ്റേഷനിലൊന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ 26ാമത്തെ ദിവസമാണ് ഞങ്ങൾ ചെല്ലുന്നത്.
ഞങ്ങളല്ല, അച്ഛൻ്റെ അവിടെ നിന്ന് വീട്ടുകാർ ചെന്ന്. അപ്പം അതൊരു ജൂൺ 9 രാത്രി ട്രെയിൻ തട്ടി അച്ഛൻ മരിച്ചു. ഗുരുവായൂരായതുകൊണ്ട് ഒരുപാട് പേര് വന്ന് ചാടി മരിക്കുന്ന സ്ഥലമല്ലേ. അപ്പം ഞാനും കല്യാണം കഴിച്ചേക്കുന്ന കൊടുങ്ങല്ലൂരായതുകൊണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. അപ്പം ടി വിയിൽ ഫ്ലാഷ് ന്യൂസും വീട്ടിൽ വരുന്ന പത്രത്തിൻ്റെ തൃശ്ശൂർ എഡിഷൻ ആയതുകൊണ്ട് അതിലും അജ്ഞാത മൃതദേഹം എന്ന് പറയുന്ന വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതെൻ്റെ അച്ഛനാണെന്ന് ഞാൻ വിചാരിക്കണില്ല. പിന്നെ അങ്ങനെ വിളിച്ചു പറഞ്ഞ അച്ഛൻ തന്നെയാണെന്ന് കൺഫേം ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യണമല്ല. അപ്പം ഞാൻ പോയി. പക്ഷെ അവർ തന്നെ മറവ് ചെയ്തായിരുന്നു. പക്ഷെ ഫോട്ടോസ് പറയണപ്പം അച്ഛൻ കള്ളു കുടിച്ചിട്ട് നടന്നു പോണ വഴി ഇങ്ങനെ അടിച്ചതാണ്. പക്ഷെ എൻ്റെ ഇത്രയും ഭാഗം ഉണ്ടായിരുന്നില്ല, പകുതി ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ്റെ. അത് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത്. എൻ്റെ ലൈഫിൽ ഒരുപാട് മരണങ്ങൾ ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട് ചേച്ചി. അച്ഛൻ്റെ മരണം അത് ദുർമരണങ്ങളട്ടാ. അച്ഛൻ്റെ മരണം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട 2ാമത്തെ ദുർമരണമാണ്. അത് ട്രെയിൻ ഇടിച്ചത്. അതിന് മുൻപ് ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആളുടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ മണ്ണെണ്ണൊഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടതാണ്. പിന്നെ അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴേ ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കണ്ടത് ചേട്ടൻ്റെ ഈ ഒരു സംഭവം. ചേട്ടൻ സൂയിസൈഡ് ചെയ്തതാണല്ലേ. സൂയിസൈഡ് ചെയ്തതായതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചേട്ടൻ സൂയിസൈഡ് ചെയ്തതിൻ്റെ പേരിൽ. കാരണം ചേട്ടൻ സൂയിസൈഡ് ചെയ്യുന്നതിന് 2 ആഴ്ച മുൻപായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ബന്ധുക്കളടക്കം പലരും വിചാരിച്ച് വെച്ചേക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള വഴക്കിൻ്റെ പുറത്ത് ചേട്ടനത് ചെയ്തതാണെന്നാണ്. ഹസ്ബൻഡ് ദ്രോഹിക്കുമായിരുന്നു, നന്നായി ഉപദ്രവിക്കാറ്. കാരണം വേറൊന്നുമല്ല, ആൾക്ക് ഏജായി. ആൾ ഗൾഫിലായിരുന്നു മുൻപ്. എക്സ്റേ വെൽഡറാണ്. ടിഗാനാർക്ക് ഹിഗ് മിഗ് 6G എല്ലാം ഉണ്ട്. അത്യാവശ്യം ഗൾഫിൽ നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്, ഗൾഫ് എക്സ്പീരിയൻസും ഉണ്ട്. പക്ഷെ ആൾ യൂറോപ്യൻ കൺട്രിയിലേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നടക്കുകയായിരുന്നു. ഗൾഫിലൊന്നും പോവില്ല. ഗൾഫിൽ ഞാൻ തന്നെ പറഞ്ഞ് ജോലി സെറ്റാക്കിയിട്ട് ആളത് ഞാൻ പോവില്ല പറഞ്ഞിട്ട് അത് അവരെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കാതെ ആണോ എനിക്ക് ജോലി ശരിയാക്കുന്നതെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ആൾക്ക് ഗൾഫിൽ ജോലിയൊന്നും നോക്കില്ല. ആൾ യൂറോപ്യൻ കൺട്രി പറയാമല്ല, എവിടെ നോക്കിയാലും മാൾട്ടയിലേക്ക് പോവാ, പോളണ്ടിലേക്ക് പോവാ, US UK എന്ന് പറഞ്ഞിട്ട് പൈസ തട്ടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചേട്ടനൊരു 7 വർഷമായി ഈ ഒരു യൂറോപ്പ് മാത്രം നോക്കി ഒരുപാട് പൈസ കൊണ്ട് കളഞ്ഞു. ആദ്യമൊക്കെ 50,000 തുടങ്ങി, ലാസ്റ്റ് അത് 1.5, 2, 3, 4 അത്രയും വലിയ എമൗണ്ടുകളിലേക്ക് എത്തി. പലതും നമുക്ക് കിട്ടാത്ത രീതിയിൽ പോയി. ചിലയിടത്തു നിന്നൊക്കെ കുറച്ച് പൈസ വെച്ച് കിട്ടും, ഇപ്പോഴും കിട്ടാൻ കിടക്കുന്നുണ്ട് പൈസ. അതിനിടയിൽ വീട്ടിലുണ്ടായിരുന്നൊരു ബാങ്ക് ലോൺ തിരിഞ്ഞു നോക്കാനേ പറ്റിയില്ല. പിന്നെ കുറേ മൈക്രോ ഫിനാൻസ് എടുത്ത്. ഇപ്പം ആളിങ്ങനെ മരിച്ചതുകൊണ്ട് വേറെയും ഒരു സംഭവമുണ്ട്. ഇതൊക്കെ എടുത്തേക്കുന്ന എൻ്റെ പേരിലാണ്. സൂയിസൈഡ് ആയതുകൊണ്ട് ഒന്നും ഈ തള്ളിപ്പോകുന്ന പരിപാടിയിൽ അത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല സൂയിസൈഡിന്. അപ്പം ഇതൊക്കെ ഞാൻ തന്നെ നോക്കണം. ഇപ്പം ചേട്ടൻ സൂയിസൈഡ് ചെയ്തതിൻ്റെ പേരിൽ എന്നെ കുറ്റം പറയുന്ന ഒരാൾക്കും ഞാൻ 2 കുട്ടികളെയും കൊണ്ട് എങ്ങനെ ജീവിക്കുന്നു എന്നറിയില്ല, അറിയണ്ട. ചേട്ടൻ മരിച്ച് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ 2 വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 വീട്ടിൽ. ചേട്ടനത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, ഞാനും പിള്ളേരും. അച്ഛനും അമ്മയും തൊട്ടപ്പുറത്തെ വീട്ടിൽ, ചേട്ടനും ഇവിടെ. അതായത് ഒരു കോമ്പൗണ്ടിൽ അച്ഛനും അമ്മയും ഒരു വീട്ടിൽ, നിങ്ങൾ സെപ്പറേറ്റ് ഒരു വീട്ടിൽ. പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഇല്ല, സ്വന്തം വീട്ടിലായിരുന്നു. എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു. ചേട്ടൻ കുടിച്ച് തീരെ ഓർമ്മയില്ലാതെയാണ് ഇത് ചെയ്തേക്കണത്, ഒരു തരി ഓർമ്മയില്ലാതെയാണ് ചെയ്തേക്കണത്. സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാലേ ആൾക്ക് ഭയങ്കരമായിട്ട് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയും പോയി നോക്കിക്കും, എൻ്റെ നാളിതല്ല, എൻ്റെ നാൾ വേറെയാണ്. അപ്പോൾ ഒരാൾ പറയണത് കേൾക്കും, അതല്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പുറത്ത് പോയി നോക്കും. പൂജയും വഴിപാടും ഇത് തന്നെയാണ്. ഇതിൻ്റെ പേരിലും കുറേ പേര് കുറേ പൈസ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ അമ്പലങ്ങൾ തുടങ്ങി തക്കിട തരികിട സ്വാമികൾ വരെ പറ്റിച്ചിട്ടുണ്ട് ചേട്ടന്. കൊണ്ട് കൊടുക്കും, ഫുള്ള് വിശ്വാസത്തിൽ അർപ്പിച്ചേക്കുക.
ഞാൻ അപ്പോഴും പറയും താൻ ബാധി ദൈവം ബാധി എന്നാ, നമ്മൾ ചെയ്യേണ്ടത് ചേട്ടാന്ന് ചോദിക്കുമ്പം ഇല്ല ഇവിടുത്തെ ദോഷത്തിൻ്റെയാണ്. കാരണം പുള്ളി പറയുന്ന ആൻറ്റി അങ്ങനെ മരിച്ച് അത് ഈ സ്ഥലത്ത് തന്നെയാണ്, ആൾക്കൊരു വെല്ലിച്ചൻ ഉണ്ടായിരുന്നതും ഒരു പെടുമരണമായിരുന്നു അത്. നമ്മുടെ തന്നെ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്ന ആ കുഴിയിൽ വീണ് മരിച്ചതാണ്. പുള്ളി പറയുന്ന ഇവിടെ നിന്നൊന്നും നടക്കില്ല, അങ്ങനത്തെ കുറേ അന്ധവിശ്വാസങ്ങൾ കയറിയിട്ട് പുള്ളിയുടെ മൈൻഡിൽ ഫുള്ള് ഇത് മാറ്റിയാലേ ഞാൻ രക്ഷപ്പെടൂ. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വരണ്ട ഇങ്ങോട്ട്, നീ പിള്ളേരും അവിടെ നിന്നോ, ഞാൻ ഗൾഫിലേക്ക് പോവാം, ഇതൊന്നും നടക്കണില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാ ഒന്നും നടക്കൂല, നമ്മൾ വഴക്കാണെന്ന് എല്ലാവരും വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് ഞാൻ വഴക്കിട്ട് തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ലാസ്റ്റ് ചേട്ടൻ ഫെബ്രുവരിയിൽ നെതർലൻഡ്സിലേക്ക് ചേട്ടൻ ഒരു VFS ഡേറ്റ് കിട്ടിയിട്ട് ബാംഗ്ലൂർ VFS സബ്മിഷന് പോയി. പക്ഷെ അത് റിജക്റ്റായി. അത് ചേട്ടൻ്റെ ലാസ്റ്റ് ഓപ്ഷനായിരുന്നു. അപ്പോൾ അത് റിജക്റ്റ് ആയി കഴിഞ്ഞപ്പം ആൾ മെൻ്റലി ഭയങ്കര ഡൗണായി. പക്ഷേ എന്നിട്ട് എന്നോട് വന്ന് പറയേണ്ടത് എന്താ, വാ എടി നമുക്ക് ഇതൊക്കെ വിടാം, ഉള്ളതുകൊണ്ട് ജീവിക്കുക. ഇന്നീ നിമിഷം വരെ സാധാരണ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു കല്യാണമോ ഫംഗ്ഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ ഇന്ന് വരെയായിട്ടും എനിക്ക് ഇന്നത് വേണം എന്നൊരു വാശി പിടിക്കും, ഒന്നിനും വേണ്ടി വാശി പിടിച്ചിട്ടില്ല ചേച്ചി. ഈ യൂറോപ്യൻ കൺട്രി മാത്രം നോക്കിയിരുന്നിട്ട് ഇവിടെ കൂലിപ്പണിക്കാൻ വരുന്നത്, അതിന് പോലും പോവാതെ അത് ശരിയാവുമെന്ന് പറഞ്ഞാൽ അത് മാത്രം ജസ്റ്റ് ഫോണിൽ ഇതെല്ലാം നോക്കിയിട്ട് അതിനു വേണ്ടി പുറത്തിറങ്ങി നോക്കുമോ, അങ്ങനത്തെ ഇതൊന്നുമല്ല. ഈ ഫേസ്ബുക്കിൽ കാണുന്ന ആഡുകൾ ഇങ്ങനത്തേലൊക്കെ നോക്കിയിട്ട് പൈസ മുടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പണിക്ക് പോലും പോവുമായിരുന്നു. പക്ഷെ ഒരിടയിൽ വെച്ചിട്ട് പണിക്ക് പോക്ക് പോലും സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് ഇതിന് വേണ്ടി മാത്രം നിൽക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഈ TV-യിൽ ഇപ്പം ഈ ഭർത്താവ് മരിച്ചു, ഇപ്പം ഞാനിരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാവും, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ നടക്കുന്നത്. അപ്പം നാട്ടുകാരെന്താ പറയുന്നുണ്ടാവുക, അവൾ ഇച്ചിരി ചാട്ടക്കാരിയാണ്, അവൻ മരിക്കുകയും ചെയ്ത്, അവളുടെ സ്വഭാവദൂഷം കൊണ്ടാണ് മരിച്ചത്, ഇതാണ് പറയണത്. അങ്ങേയറ്റം ഞാൻ ഇത്രയും ദിവസം ചേട്ടൻ മരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ചേട്ടൻ മരിച്ച സമയത്ത് അയൽവാസികൾ തന്നെ ചോദിക്കുകയാണ്, ആ പെണ്ണ് ഒളിച്ചോടിപ്പോയതല്ലേ, ആ പെണ്ണ് വരുമോ? ഞാൻ ഒളിച്ചോടിപ്പോയതാണെന്നാണ് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയത്. ഹസ്ബൻഡിൻ്റെ നാട്ടുകാർ ഞാൻ വിളിച്ചോടിപ്പോയതാന്ന്. പക്ഷേ ചേട്ടനറിയാം, ആളുടെ വീട്ടുകാർക്കറിയാം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ വീട്ടുകാർക്കും അറിയാം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാന്ന്. ഞാൻ വിളിച്ചോടിപ്പോയതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ ചെയ്തതെന്ന്. ഇപ്പം എനിക്ക് എഴുതി വെച്ചേക്കുന്ന സൂയിസൈഡ് നോട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റൂല. എഴുതി വെച്ചേക്കുന്നത് എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ കുഞ്ഞിലെ ആൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന കുറേ കോംപ്ലക്സ് ആൾക്കുണ്ട്. പക്ഷെ സ്നേഹിച്ചത് അവൾ മാത്രമായിരുന്നു, അവളെ ഞാൻ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ അതിനാരും ക്രൂശിക്കരുത്, അതൊരു പാവമാണ് എൻ്റെ പെണ്ണ്. ഇങ്ങനെയാണ് ചേട്ടൻ എഴുതി വെച്ചേക്കുന്നത് സൂയിസൈഡ് നോട്ടിൽ, പ്രത്യേകം എഴുതി വെച്ചതാ. പക്ഷെ അത് കണ്ടിട്ട് പോലും ചേട്ടൻ മരിച്ചാൽ കൊണ്ടുവന്നിട്ട് ചേട്ടൻ്റെ ഒരു റിലേറ്റീവ്സും ഇന്നീ നിമിഷം വരെ എൻ്റെ അടുത്ത് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ആ ദിവസം തുടങ്ങി ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം വരെയില്ലേ ഒരാളും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഒറ്റപ്പെട്ടു പോവാന്ന് പറയില്ലേ, എനിക്ക് ഞാനും പിള്ളേരും മാത്രം. പിള്ളേരെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ 6-ലും മോൾ 1-ലും, അത്രേ ഉള്ളൂ, ചെറിയ പിള്ളേരാ. മൊത്തത്തിൽ ഒറ്റയ്ക്കാവുകയെന്ന് പറയില്ലേ. എനിക്ക് മനസ്സിലാവും. ഞാൻ കാവ്യനെ എൻ്റെ സുഹൃത്ത് പ്രീത ചേച്ചി പറഞ്ഞിട്ടാണ്, എനിക്ക് അറിയില്ല, കുട്ടീനെ അറിയില്ല. അപ്പം ഒരു ദിവസം ചേച്ചീനെ വിളിച്ചാൽ പറഞ്ഞിട്ട് ഇന്നപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എൻ്റെ കൊച്ചിൻ്റെ ഹസ്ബൻഡ് മരിച്ചു. അപ്പം കുട്ടി സഹായം ചോദിച്ചു, കാവ്യ സഹായം ചോദിച്ചു. ചേച്ചി എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ് ചേച്ചി, എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചിട്ടാണ്. എനിക്ക് അവിടെ പോകാൻ പേടിയായിരുന്നു, ഓഫീസിൽ നിന്ന് പോകാൻ പേടിയായിരുന്നു. എന്നിട്ട് പറഞ്ഞു എടി അവിടെ ചെന്നിട്ട് ഭയങ്കര സീനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ സൂയിസൈഡ് അതിൽ നോട്ടിൽ ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർ വായിച്ചായിരുന്നു. ഭാര്യയല്ല പ്രശ്നം, അവളെ മാത്രമാണ് എന്നെ സ്നേഹിച്ചത്, അവളെ ഇതിൻ്റെ പേര് ക്രൂശിക്കരുതെന്നൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളത് ചേച്ചി. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ആളുകളോടൊന്നും, നിങ്ങളെ കഴിഞ്ഞ് മുന്നേ വിഷമം പെട്ടെന്ന് ബ്രെയിനിൽ കയറി എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് എങ്ങനെ വിളിക്കണം സംസാരിക്കണം എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് മോളെ എന്നും പറഞ്ഞൊരു മെസ്സേജ് മാത്രം അയച്ചിട്ട് ഞാൻ കിടന്നത്. ഒരു പക്ഷേ ഇത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിലെ ആണെങ്കിലും എനിക്കിങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു
കാവ്യ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമെന്ന് വെച്ചാൽ ആ കൂട്ടുകാരൻ ക്ലാസ്സിൽ 15 വയസ്സോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 13 വയസ്സുകാരിയോട് എണീറ്റ് എന്ന് പറയുന്നത് നിൻ്റെ അമ്മ പിഴയാണെന്ന് നാട്ടുകാരുടെയൊക്കെ പറയുമ്പോൾ ഒരു കുഞ്ഞു മനസ്സ് എന്തോ ഒരു ട്രോമയായിരിക്കണം അത് അനുഭവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ പേടി എൻ്റെ മോനിപ്പോൾ ഏകദേശം പ്രായമായി വരും. എൻ്റെ മോനും അത് കേൾക്കേണ്ടി വരുമോ എന്നുള്ളതാണ് എൻ്റെ പേടി.